ഈ ഈ 13 പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് എന്ന് എന്തോ പറയുന്ന കേട്ടില്ലേ? 15 പേരടങ്ങുന്ന ആ പവർ ഗ്രൂപ്പ് ആരൊക്കെയാണെന്ന് അതിനകത്ത് കുറച്ച് പേരുടെ പേരുകൾ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഒരാളെ ഇപ്പം അറസ്റ്റ് ചെയ്തു, അതൊന്ന് ചെകുത്താൻ. 2 ഒരാൾക്ക് വാണിംഗ് കിട്ടിയ ആൾ ആറാട്ടണ്ണൻ. പിന്നെ മുമ്പ് വാണിംഗ് കിട്ടിയ അശ്വന്ത് കോക്ക്. ഈ വാണിംഗ് കിട്ടാൻ അതുപോലെ തന്നെ കിട്ടാനിരിക്കുന്ന പ്രശ്നങ്ങളിൽപ്പെട്ടിരിക്കുന്ന പല പീഡന കേസുകളിലൊക്കെ പെട്ടു എന്ന് പറയപ്പെടുന്ന അലിൻ ജോസ് പെരേര, ആട്ടായം, പിന്നെ ആരാ, കിംബോയ്, ടൈഗർ അണ്ണൻ, പിന്നെ നമ്മുടെ ഡവറയോളി, അമേസി, പിന്നെ ടർബോ അണ്ണൻ, തുപ്പലണ്ണൻ. 11 പിന്നെ വേറെ ആരൊക്കെയാണ്? തുപ്പലണ്ണൻ, ടർബോ അണ്ണൻ, അങ്ങനെ ഇത്രയും പേരെ കിട്ടിയിട്ടുണ്ട്. ഇനി 2 പേരെ കണ്ടുപിടിക്കാൻ എനിക്ക് സംശയം നാഗശൈലേന്ദ്രി ആണോ എന്നുള്ള ഒരാൾ പവർ ടീമിലുള്ള. അങ്ങനെയൊക്കെ ആകുമായിരുന്നെങ്കിൽ നമുക്കങ്ങ് അടിച്ച് പൊളിക്കാൻ എല്ലാവർക്കും ഇടല്ലേ. ജയിലിലിടുവോ, തൂക്കിക്കൊല്ലുവോ, എന്ത് വേണേ ചെയ്യാം. പക്ഷേ ഇത് അങ്ങനെ അല്ലാതെ ഇപ്പം ഏതാ പ്രശ്നം. ഇവരൊക്കെ പറയത്തേ ഉള്ളന്നേ, ഒന്നും ചെയ്യത്തില്ല. ആരും പീഡിപ്പിച്ചെന്ന് പറയുന്നില്ല, ആരെയും ചവിട്ടിത്താത്തി എന്ന് പറയുന്നില്ല, ആരെയും മാനസികമായി പീഡിപ്പിച്ചെന്ന് പറയുന്നില്ല. എന്തല്ലേ? അതുകൊണ്ടായിരിക്കും എല്ലാന്നെ കാണാന്ന്. എന്നിട്ടും കിട്ടി. ഓരോ അവസ്ഥകളെ. ഇവിടെ ഉള്ളവന്മാർ ഈ പറഞ്ഞ കണ്ടുപിടുത്തക്കാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാം കൂടി ഓരോന്ന് കണ്ടുപിടിക്കും. അതാ വയ്യാത്ത ഒന്ന്. ഈ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിക്കുമ്പോൾ ഉടനെ കുറേ ഊളകൾ എന്ന് പറയും, ശരിയാ അവനിത് വേണമെന്ന് പറഞ്ഞവന്മാരൊക്കെ എവിടെ? ഇപ്പം എങ്ങനെ ഇരിക്കണ്?